ഉണ്ണിമുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഫ് അദീനെ ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാവുന്നത് മാർക്കോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ വിശേഷങ്ങളാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കാട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദീനെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് എത്തുന്ന ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ. മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന് പറയുന്ന ലേബലിലാണ് ചിത്രം മലയാളത്തിൽ റിലീസിനെത്താൻ പോകുന്നത്. ഈ വരുന്ന ഡിസംബർ മാസം 20 ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് വയലൻസിന്റെ അതിപ്രസരം തന്നെ ടീസറിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ മലയാളത്തിൽ ഇറങ്ങുന്ന ഏറ്റവും വലിയ വയലന്റ് ചിത്രമായിരിക്കും മാർക്കോ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജഗദീഷ് അടക്കമുള്ള നടന്മാർ ഇതിനെക്കുറിച്ചുള്ള സൂചനകളും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് ചിത്രത്തിന് സെൻസർ ബോർഡ് ഇപ്പോൾ ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സെൻസർ ബോർഡ് അംഗങ്ങൾ കണ്ടതിന് ശേഷം ചിത്രത്തെ കുറിച്ച് അത്രയ്ക്കും വയലന്റ് ആയിട്ടുള്ള ഒരു ഫിലിം എന്നൊരു ലേബൽ തന്നെ ചിത്രത്തിന് കൊടുത്തിട്ടുണ്ട്. ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ, കിരീട തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി A സർട്ടിഫിക്കറ്റ് ആയിരുന്നു സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. ചിത്രം ഡിസംബർ 20 വേൾഡ് വൈഡായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുക. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിൽ ചിത്രം ട്രെൻഡിംഗ് ആയിട്ട് മാറുന്നൊരു കാഴ്ച ബുക്ക് മൈ ഷോ തുടങ്ങിയ പ്രമുഖ ആപ്പുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ബുക്കിംഗ് തുടങ്ങിയ ആദ്യ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 20 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമയിൽ ഒരു പുതു ചരിത്രമായിട്ട് മാറാനും അതോടൊപ്പം ഉണ്ണിമുകുന്ദന്റെ ഒരു പാൻ ഇന്ത്യൻ താരോദ്യം ഉയരാനുമുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രത്തിനായിട്ട്. അപ്പം നിങ്ങൾ എത്ര പേരാണ് ഡിസംബർ മാസം 20 ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് എത്തുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.